അഡ്വക്കേറ്റ് BA ആളൂർ കഴിഞ്ഞ ദിവസം എറണാകുളത്തെ ലിസി ഹോസ്പിറ്റലിൽ വെച്ച് വൃക്കരോഗ ബാധിതനായിരുന്നു. അദ്ദേഹം അന്തരിച്ചു. പക്ഷെ മരിച്ചതിന് ശേഷം മരിച്ചിട്ടും അദ്ദേഹത്തെ വിടുന്നില്ല. ഈ കാലമാടൻ പോയല്ലോ, ഈ കാലമാടൻ ഇത് തന്നെ വേണം, കയ്യിൽ കിട്ടിയ ഒരിക്കൽ കൂടി അവനെ കൊല്ലാൻ പറ്റുക കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ രൂക്ഷമായി, അതായത് മരിച്ചിട്ടും വെറുതെ വിടുന്നില്ല, വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്. എന്ത് ചെയ്ത ജോലിയോട് കൂറ് കാണിച്ചത് കൊണ്ടാണ് ആളൂരിന് ഇത്തരം ഒരു ദുർവിധി ഉണ്ടാവുന്നത്? അല്ല, ജോലിയുടെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോഴേ ഏത് ജോലി നമുക്ക് ചെയ്യാം, ചെയ്യുന്ന ജോലിയോട് നമ്മൾ 100% കൂറ് പുലർത്തേണ്ടത് ആവശ്യമാണ്. പക്ഷേ അങ്ങനെ കൂറ് പുലർത്തുന്ന സമയത്ത് പോലും നമുക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാക്ഷിയെ മുൻനിർത്തിയേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നത് ജീവിതത്തിൻ്റെ ധാർമ്മിക മേഖലയിൽ നമുക്ക് നൽകപ്പെടുന്നതായിട്ടുള്ള പാഠമാണ്. ആളൂർ മരിച്ചപ്പോൾ പൊതുവെ വിലയിരുത്തപ്പെട്ടത് ക്രിമിനലുകളുടെ ദൈവം മരിച്ചു എന്നാണ്. എന്നുവെച്ചാൽ ലോകത്തെ ഏത് കൊലപാതകം നടത്തി കഴിഞ്ഞാലും ആ കൊലപാതകയെ രക്ഷിക്കാനായിട്ട് ഒരാളുണ്ട് ദൈവത്തെ പോലെ, അതാണ് ആളൂർ. അങ്ങനെയാണ് നമ്മൾ ആളൂരിനെ വായിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് കൊലപാതകത്തിനിരയായിട്ടുള്ള ഇരകളുടെ അമ്മമാർ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ആ കാലമാടൻ ചത്തോ എന്ന് ചോദിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്ന പ്രൊഫഷണലുകളെ എടുക്കുമ്പോൾ അഡ്വക്കേറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട ജോലി അവരുടെ മുന്നിലെത്തുന്ന അവരുടെ ക്ലയൻറ്റ് അവരാരായിക്കൊള്ളട്ടെ അവരുടെ വാദം കേൾക്കുകയും ആ വാദത്തിനനുസരിച്ച് ഇന്ത്യൻ ക്രിമിനൽ കോഡിനെ തന്നെ വ്യാഖ്യാനിക്കാനായിട്ടിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു അഡ്വക്കേറ്റിൻ്റെ പ്രധാനപ്പെട്ട ജോലി. നമുക്ക് പലപ്പോഴും ഇഷ്ടമാവില്ല. കാരണം വെച്ചാൽ നുണ പറയുക, അസത്യം സ്ഥാപിച്ചെടുക്കുക, അധാർമികമായിട്ടുള്ള പ്രവൃത്തികൾക്ക് ധാർമ്മികതയുടെ പടലം ചാർത്തുക, ഇതൊക്കെ പ്രധാനമായിട്ടും ഇവരുടെ ഒരു ജോലിയായിട്ട് വരികയാണ് ചെയ്യുന്നത്. ആളൂർ ആദ്യം കേരളത്തിൻ്റെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഗോവിന്ദചാമി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ക്രിമിനലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെട്ട വക്കീൽ എന്ന നിലക്കായിരുന്നു. പിന്നീട് ആളൂരിന് ആവേശം വരികയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ എണ്ണം വർദ്ധിക്കുകയും ആളൂർ എന്ന് കേട്ടാൽ ആളുകൾ ആവേശത്തിൽ പാടാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടതാണ് കേരളത്തിൽ. പിന്നീട് നിരവധി കൊലപാതകം, പെരുമ്പാവൂരിലെ ജിഷ, അതുപോലെ തന്നെ കൂടത്തായി, ജോളി, അവസാനം ഈ ഡോക്ടർ വന്ദനാദാസിനെ കൊന്ന ആ ഭ്രാന്തൻ, ഇവനൊക്കെ വേണ്ടി വാദിക്കാൻ നടക്കുന്ന ഒരാളായിട്ട് ഇദ്ദേഹം മാറിത്തീരുകയും ആ വാദത്തിൽ ഈ കൊലയാളികളൊക്കെ രക്ഷപ്പെടുന്ന കാഴ്ചയുമാണ് നമ്മൾ കണ്ടുകൊണ്ട്. അതുകൊണ്ടാണ് ഇത് ക്രിമിനലുകളുടെ തമ്പുരാനാണ് എന്ന് ആളുകൾ പറയാനായിട്ട് തുടങ്ങിയത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അതൊരു പ്രതിഭാസമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ പ്രതിഭാസത്തിന് വിട പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെന്ത് ഇമ്പാക്റ്റാണ് പിന്നീട് നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. അതിലെന്താ തോന്നണത്? അതായത് മാഷെ, ഈ ആളൂരിനെതിരെ വലിയ രീതിയിലുള്ള, അതായത് ഇന്നലെ സന്ദീപ് വാര്യരുടെ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: ഒരാളുടെ മരണത്തിൽ ഏറ്റവും കൂടുതൽ സ്മൈലി കിട്ടുന്നത് ഇതാദ്യമായിട്ടാണ്, അഡ്വക്കേറ്റ് BA ആളൂർ അന്തരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പൊതുവിൽ കമൻറ്റുകളൊക്കെ നോക്കുമ്പോൾ ഈ കാലമാടൻ പോയല്ലോ, ഈ പരനാറിക്ക് ഇതല്ല, ഇതിന് അപ്പുറവും വരണം, ഇവനെ ഒരിക്കൽ കൂടി കൊല്ലാൻ കിട്ടുമോ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഇരകളുടെ സ്വാഭാവികമാണ് അവരുടെ മക്കളുടെ ജീവൻ എടുത്തവർക്ക് അവരെ രക്ഷപ്പെടുത്താൻ. ഇപ്പോൾ ഗോവിന്ദചാമി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ, അവനെ തൂക്കിക്കൊല്ലണം എന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ. എന്നിട്ട് അവന് ജീവപര്യന്തം വാങ്ങിക്കൊടുത്ത ആളാണ്. എല്ലാവരെയും മരണത്തിൻ്റെ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്തും. പിന്നീട് ഇവനൊക്കെ പുറത്തിറങ്ങിയാൽ ഇത് കാണിക്കില്ലേ എന്നുള്ള ഒരു സംശയവും നമുക്കുണ്ടാകും. അപ്പോൾ മരണം വളരെ ദയനീയമായിട്ടായിരുന്നു അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. അത് അർഹതപ്പെട്ട മരണമാണ് എന്ന് പറയുന്നവരുമുണ്ട്. അല്ല, അദ്ദേഹത്തിന് ജോലി ചെയ്തു, ആ ജോലി അദ്ദേഹം ചെയ്തു എന്നുള്ളതും പറയുന്നവരുണ്ട്. പക്ഷെ എങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞ ആളെ നമ്മൾ എന്ത് പറഞ്ഞാലും അയാൾ കേൾക്കാൻ പാടില്ല. ജീവിച്ചിരിക്കുമ്പോൾ അവിടെ നാറി, ചെറ്റെ, പട്ടി, അലവലാതി എന്നൊക്കെ വിളിച്ചാൽ ചിലപ്പോൾ അയാൾ കേൾക്കുമായിരിക്കും, 2 അടി കൊടുത്താൽ അയാൾ കൊള്ളുമായിരിക്കും.
ഈ മരിച്ചു കിടക്കുന്ന ആളിനെ നമ്മൾ ഇത്രയും തെറി വിളിച്ചിട്ട് വല്ല പ്രയോജനവും കാര്യമാണ്. ഇനി ഒരാളൂർ ഉണ്ടാവാതിരിക്കാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും അല്ലേ? അല്ല, ഇത് മനുഷ്യൻ്റെ ഒരു സൈക്കോളജിക്കൽ എന്താണ് മൂവ്മെൻ്റാണ്. ശരി, മനഃശാസ്ത്രപരമായിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുക. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മളുടെ വലിയ ശത്രുക്കൾ, കരുത്തരായ ശത്രുക്കൾ, നമുക്കവരെ നേരിടാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ പടമൊക്കെ വരച്ച് വെച്ചിട്ട് നമ്മൾ ബ്ലേഡ് എടുത്ത് അവൻ്റെ ഒരു കൈ വെട്ടി എടുത്ത് നിന്നെ ഇതുവരെ വെട്ടിക്കളയൂടെ എന്നൊക്കെ പറയും. അത് മനുഷ്യനത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇത് ഇപ്പോൾ തുടങ്ങിയ ഒരു കാര്യമാണെന്ന് കരുതരുത്. പണ്ട് നമ്മളുടെ നമ്മളുടെ വളരെ പ്രാകൃതമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ മൃഗങ്ങളെയൊക്കെ വേട്ടയാടാൻ പോയി പരാജയപ്പെട്ട മനുഷ്യനുണ്ട്. അപ്പോൾ അവനെന്ത് ചെയ്യുന്നു വെച്ചാൽ അവൻ്റെ പരാജയം വിജയമാക്കി മാറ്റുന്നതെന്ന് വെച്ചാൽ അവൻ്റെ ഗുഹക്കകത്തുള്ള ചുമരുകളിൽ ഈ മൃഗത്തിൻ്റെ ഒരു പടം വരച്ച് വെക്കും. എന്നിട്ട് ഇവൻ ഒരു കത്തിക്കോ കുന്തത്തിനോ അതിനെ കുത്തിക്കൊല്ലുന്നതായിട്ട് ചിത്രീകരിക്കും. എന്നിട്ട് സന്തോഷം ഞങ്ങള് പണ്ട് പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഭയങ്കര അടിക്കുന്ന ഒരു സാറുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഈ പുള്ളിയുടെ വളവ് കൊണ്ട് ഞങ്ങൾ ഈ സ്കൂൾ ഫോട്ടോ എടുക്കും. ഞാനീ ഫോട്ടോ അതൊരു നമ്മുടെ ഒരു മാനസിക സുഖത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതാണ് ഇവരും ചെയ്യുന്നത്. ഇവിടെ ഈ ആളുകൾ ഇങ്ങനെ അദ്ദേഹത്തിനോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതിനൊക്കെ പ്രസക്തിയുണ്ട്. കാരണം വെച്ചാൽ ജീവിതം ഇതെല്ലാവരും കൂടി ചേർന്നതാണ്. നമുക്ക് ഇങ്ങനെ എല്ലാ വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിനകത്താണ്ട് നമ്മളത് ഒഴിവാക്കിയെല്ലാം നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, നമ്മൾക്ക് ആളൂരായിട്ട് ബന്ധമൊന്നുമില്ല. നമ്മൾ പത്രത്തിൽ വായിക്കുന്ന വാർത്ത അല്ലെങ്കിൽ ടെലിവിഷനിൽ കാണുന്ന കാര്യങ്ങൾ, അതിനപ്പുറത്ത് അതിൽ കൂടുതലായിട്ടുള്ള ബന്ധമൊന്നും അയാളുടെ നമ്മളുടെ ഇല്ല. അയാൾ നമ്മളെയും നമ്മുടെ ജീവിതത്തെയും കാര്യമായി സ്വാധീനിക്കുകയൊക്കെ ചെയ്യുന്നില്ല. പക്ഷേ ഈ ഇരകളാക്കപ്പെട്ട മനുഷ്യരുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അവർക്കൊക്കെ അയാൾ എന്ത് തരത്തിൽ ഉള്ള അർത്ഥമാണ് നൽകിയിട്ടുള്ളത്, എന്ത് വേദനയാണ് നൽകിയിട്ടുള്ളത്. അത് വളരെ കടുത്ത വേദന നൽകുന്ന ഒരു പ്രതിഭാസമായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല പിന്നീട് ആളുകൾ ഈ ആളൂർ എന്ന് പറയുന്നത് രക്ഷകൻ്റെ വേഷത്തിൽ വരുന്ന ഒരാൾ. ആരുടെ രക്ഷകൻ്റെ? കൊലയാളികളുടെ, ക്രിമിനലുകളുടെ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ക്രിമിനലുകളുടെ തമ്പുരാനായിട്ടോ ദൈവമായിട്ടാണ് അദ്ദേഹം വിലയിരുത്തപ്പെടുന്നത്. അതിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ് അദ്ദേഹം മരിച്ച സമയത്ത് ഈ പോസ്റ്ററുകളിലൊക്കെ നമ്മൾ കാണുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരാൾ മരിച്ചവരെക്കുറിച്ച് നല്ലതേ പറയാൻ പാടുള്ളൂ. അത് നമ്മളുടെ സമൂഹത്തിൻ്റെ ഒരു ശീലമാണ്. ആളൂരിനെ കുറിച്ച് അങ്ങനെ നല്ലത് നമ്മളും പറയുന്നില്ല, ആരും നമ്മളോട് പറയുന്നില്ല ആളൂർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ മോശമായിട്ട് ഒന്നും സംസാരിക്കാൻ പാടില്ല. നമ്മൾ നല്ലതും മോശമായിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്, നമ്മളുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രതികൾക്കും നീതിയില്ലേ മാഷെ? പ്രതികൾക്കും നീതി വേണം. അതെ, അത് നമ്മൾ നിയമവ്യവസ്ഥ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പലപ്പോഴും പ്രതികളാക്കപ്പെടുന്നവർ അവർ പ്രതികളാകണമെന്നില്ല. പല കേസുകളും നമ്മളുടെ മുന്നിലുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വളരെ കൂടുതലായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, മയക്കുമരുന്ന് ഒരു ബ്യൂട്ടി പാർലറിൽ ഒരു സ്ത്രീയെ. അപ്പോൾ ബ്യൂട്ടി പാർലറിൽ നടത്തുന്ന ആ സ്ത്രീയെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മയക്കുമരുന്ന് കൊണ്ടുവച്ച് പോലീസിനെ കൊണ്ടുവരിപ്പിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ പ്രതിയാണ് സമൂഹത്തിന്. ആ പ്രതിയെ സംരക്ഷിക്കേണ്ടത്, അവർ പ്രതിയല്ലാത്തതിൻ്റെ പേരിൽ അവരെ സംരക്ഷിക്കേണ്ടത് ഈ വക്കീൽമാരുടെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളും ധാർമ്മികമായിട്ടുള്ള ദൗത്യങ്ങളും ഒന്നായിട്ട് മാറിത്തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൈദ്ധാന്തികമായിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഒരു കുറ്റവാളി എന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ ചിത്രീകരിക്കപ്പെടുന്ന വ്യക്തി യഥാർത്ഥത്തിൽ കുറ്റവാളിയാകണമെന്നില്ല. അങ്ങനെ കുറ്റവാളികളല്ലാത്തതായ കുറ്റവാളികൾ എന്നുവെച്ചാൽ കുറ്റം ചെയ്യാതിരിക്കുകയും പൊതുവിൽ അയാൾ കുറ്റവാളിയാണെന്ന് ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയെ സംരക്ഷിക്കാൻ ആരുണ്ട്? അതിനൊരാളൂർ വേണം. ആ അർത്ഥത്തിൽ ആളൂർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? നല്ല വ്യക്തിയാണ്. അദ്ദേഹം ആരുടെ രക്ഷകനല്ല, ക്രിമിനലിൻ്റെ രക്ഷകനല്ല, സത്യവാനായ മനുഷ്യൻ്റെ രക്ഷകനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് എന്താണ് എന്ന് കൃത്യമായി നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് പലപ്പോഴും അദ്ദേഹം കടന്നു വരുന്നത് ആരെ മാത്രം സംരക്ഷിക്കാനായിട്ടാണ്? ക്രിമിനലുകളെ സംരക്ഷിക്കാനായിട്ട്. വക്കീൽ എന്ന നിലക്ക് ഒരു പ്രൊഫഷൻ നോക്കുമ്പോൾ ആ പ്രൊഫഷൻ്റെ മഹത്വം എന്ന് പറയുന്നത് നിഷ്കളങ്കമായി സത്യസന്ധമായി ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കുന്ന ഒരാൾ ഏതെങ്കിലും തരത്തിൽ ഒരു വിഷയത്തിൽ ക്രിമിനലായി ചിത്രീകരിക്കപ്പെട്ടാൽ അയാളുടെ സത്യാവസ്ഥയും അയാളുടെ നന്മയുമൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സഹായിയായി
ഈ വക്കീൽ മാറുന്ന സമയത്താണ് അദ്ദേഹം ഈ വക്കീൽ പ്രൊഫഷൻ എന്ന് പറയുന്നതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റത് അതിൻ്റെ മോശമായിട്ടുള്ള വശമാണ്. രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഒരു ക്രിമിനലിനെ സംരക്ഷിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു, അത് മോശമായിട്ടുള്ള കാര്യമാണ്. നുണ പറയുക, അസത്യം സ്ഥാപിക്കുക, അതൊക്കെ പലപ്പോഴും ഈ ആളൂരിനെ പോലെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രബലമായി ചെയ്ത് തീർക്കാറുണ്ട്. അപ്പോൾ അത് മോശമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ കുറ്റം ചെയ്യാതിരുന്നിട്ടും കുറ്റവാളിയായിട്ട് ഒരാളെ ചിത്രീകരിച്ചാൽ അയാളെ എങ്ങനെ സംരക്ഷിക്കും? അവിടെ അതിൻ്റെ നന്മയും കിടക്കുകയാണ്. വക്കീൽ പ്രൊഫഷൻ്റെ നന്മ എന്ന് പറയുന്നത് അവിടെയാണ് കിടക്കുന്നത്. മറ്റതിൻ്റെ ചീത്തയായിട്ടുള്ള വശവുമാണ്. എന്തോ നമുക്ക് കാലത്തിൻ്റെ അല്ലെങ്കിൽ വിധിയുടെ ഒക്കെ ഒരു പ്രകടനത്തിൻ്റെ ഫലമായി ആളൂർ എപ്പോഴും നിർത്തപ്പെട്ടിരിക്കുന്ന ചതുരം എന്ന് പറയുന്നത് ക്രിമിനലുകളുടെ സംരക്ഷകൻ എന്ന നിലയിലാണ്.